മാത്സിൽ ബേസിക് കാൽക്കുലേഷൻസ് എല്ലാം കൃത്യമായി ചെയ്യാൻ അറിയാം എന്നുണ്ടെങ്കിലും വേർഡ് പ്രോബ്ലംസ് അല്ലെങ്കിൽ സിറ്റുവേഷണൽ പ്രോബ്ലംസ് വരുമ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ഒന്ന് പകയ്ക്കാറുണ്ട്. അവർ മിക്കതിനും മിസ്റ്റേക്സ് വരുത്താറുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്ക് വേർഡ് പ്രോബ്ലംസ് ഇത്രയും ഡിഫിക്കൽട്ടായി പോകുന്നത്? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണ്. സിറ്റുവേഷണൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ വേർഡ് പ്രോബ്ലംസ് എന്ന് പറയുന്നത് റിയൽ ലൈഫിലെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം മാത്തമാറ്റിക്സിൽ ചോദിക്കുന്നു എന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഇത് കുട്ടികൾക്ക് അങ്ങ് കണക്ട് ചെയ്ത് കിട്ടാത്തത് എന്നുള്ളതിന് കുറച്ചൊന്ന് ബാക്കിലേക്ക് ചിന്തിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നിയതാണ്. അതായത് എനിക്ക് ചെറുപ്പത്തിൽ, അതായത് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ കോമിക് ബുക്സ് വായിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. അതിൽ വലിയ വലിയ കഥകളേക്കാൾ കൂടുതൽ ഞാൻ വായിക്കാൻ ആദ്യം ചൂസ് ചെയ്തിരുന്നത് ചെറിയ ചെറിയ ഷോർട്ട് സ്റ്റോറീസ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഒരു വെക്കേഷൻ കാലഘട്ടത്തിലൊക്കെ തുടക്കത്തിലൊക്കെ കോമിക് ബുക്സ് ഒരുപാട് വായിക്കും, കളിക്കാൻ പോകും. ഇതെല്ലാം കഴിഞ്ഞ് വെക്കേഷൻ അവസാനിക്കാറാകുമ്പോഴത്തേക്കും നമുക്കൊന്ന് സ്കൂളിൽ പോകാനായിട്ടുള്ള ആഗ്രഹമൊക്കെ തോന്നി തുടങ്ങും. ആ സമയത്തായിരിക്കും ടെക്സ്റ്റ് ബുക്ക് കിട്ടുന്നത്. ടെക്സ്റ്റ് ബുക്ക് കിട്ടുമ്പോഴും ആദ്യം മലയാളം സെക്കൻഡ് പുസ്തകങ്ങളിലത്തെ ചെറിയ കഥകളൊക്കെ ആയിരിക്കും ആദ്യം വായിക്കുന്നത്, അല്ലാതെ പഠിക്കാനൊന്നും തുടങ്ങില്ല. ഈ പുസ്തകങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചൂസ് ചെയ്യുന്നത് മാത്സ് ടെക്സ്റ്റ് ബുക്കാണ്. അതിൽ ഒരുപാട് സിറ്റുവേഷണൽ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. അതിൽ സിറ്റുവേഷൻസ് എല്ലാം വായിച്ചു പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതെല്ലാം ഒരു ചെറിയ ചെറിയ കഥകളായിട്ടാണ് എനിക്ക് അന്ന് തോന്നിയിട്ടുള്ളത്. എനിക്ക് അന്ന് അങ്ങനെ തോന്നിയ അതേ തോന്നൽ തന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്കും തോന്നുന്നുണ്ടെന്നുള്ളത് ഇപ്പോൾ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതെ, ഇന്നത്തെ കുട്ടികൾക്കും കഥ കേൾക്കാനും കഥ വായിക്കാനും ഒക്കെ കുറേ താല്പര്യമുള്ളവർ തന്നെയാണ്. മാത്സ് പ്രോബ്ലമായിട്ട് അപ്രോച്ച് ചെയ്യുന്നതിനേക്കാളും അവരതിനെ ഒരു സിറ്റുവേഷൻ, ഒരു റിയൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു കഥയായിട്ടാണ് ഇമാജിൻ ചെയ്തുണ്ടാക്കുന്നത്. ആക്ച്വലി ഈ സിറ്റുവേഷണൽ പ്രോബ്ലംസ് എന്നിട്ടും ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വായിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് മിസ്റ്റേക്സ് വരുത്തുന്നത് എന്തുകൊണ്ടാണ് എന്നതാണ് നമ്മുടെ മെയിൻ പ്രശ്നം. അപ്പോൾ ഒരു മാത്സിൽ സിറ്റുവേഷണൽ പ്രോബ്ലം അല്ലെങ്കിൽ വേർഡ് പ്രോബ്ലം വായിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ആ പ്രോബ്ലത്തിനെ അവരെങ്ങനെയാണ് കൺസീവ് ചെയ്യുന്നത് എന്നും അറിയാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ? അപ്പോൾ അങ്ങനെയുള്ള കഥകളാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടിക്കണക്കുകളാണ് നമ്മളുടെ ഈ ഒരു സെഗ്മെന്റിൽ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ കുട്ടിക്കണക്ക് ഇന്ന് പിടിച്ചു. ആദ്യത്തെ കുട്ടിക്കണക്ക് ഇതാണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഒരു സർക്കുലർ പാർക്ക് തന്നിട്ടുണ്ട്, അതിൻ്റെ റേഡിയസും തന്നിട്ടുണ്ട്. അതിന് ചുറ്റുമായിട്ട് 14 സെന്റിമീറ്റർ റേഡിയസിൽ ഒരു റോഡ്, അത്രയും വിട്ടുള്ള ഒരു റോഡ് പോകുന്നുണ്ട്. ഈ റോഡിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി ഈ കുട്ടിക്ക്, ഇത് ചെയ്യുന്ന ആ കുട്ടിക്ക് നമുക്ക് ഏരിയ ഓഫ് ദി സർക്കിളിൻ്റെ ഫോർമുല എന്താണെന്നുള്ളത് അറിയാം, എന്താണ് ഏരിയ എന്നുള്ളത് അറിയാം, എല്ലാ കൺസെപ്റ്റും അറിയാം. എന്നിട്ടും ആളിതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ ട്രൈ ചെയ്യുകയോ എന്നാൽ അതിനൊന്നും ഒരു അറ്റംപ്റ്റ് പോലും ചെയ്യാതിരിക്കുകയാണ്. പക്ഷേ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ. ഒരുപാട് തവണ നമ്മൾ സംശയങ്ങൾ ക്ലാരിഫൈ ചെയ്യാൻ നോക്കുകയാണ്. ഇതിങ്ങനെയാണ്, ഡയഗ്രാം വരച്ച് കാണിച്ചു കൊടുക്കുന്നു, ഇത് പാർക്കാണ്, അതിന് ചുറ്റും റോഡാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ആൾ വേറെ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ യൂഷ്വൽ സെനാറിയോയിൽ നമുക്ക് എന്താണ് ഇത്രയും പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലായില്ല എന്നുള്ള ലെവലിൽ ആസ് യൂഷ്വൽ പാരൻസിനായാലും ചില ടീച്ചേഴ്സിനായാലും ദേഷ്യം വരും. പിന്നെ അവർ റേസ് ആവാൻ തുടങ്ങും. അങ്ങനത്തെ ഒരു രീതിയിലേക്കാണ് ആ സിറ്റുവേഷൻ പിന്നെ പോവാറ്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മളൊന്ന് അവരെ അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരോട് ചോദിക്കുകയാണ്, എന്താണ് ഇപ്പോൾ നിൻ്റെ മനസ്സിലെ കൺഫ്യൂഷൻ, എന്താണ് ഇപ്പോൾ മനസ്സിൽ കൂടെ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആ കുട്ടി പറഞ്ഞ ആൻസർ ഇതായിരുന്നു: ടീച്ചറെ, ഇത്രയും വലിയൊരു പാർക്ക്, ഇത്രയും വലിയൊരു സംഭവങ്ങളൊക്കെ ഉണ്ട്, ഇതിന് ചുറ്റും 14 സെന്റിമീറ്റർ വിട്ടിൽ ഒരു റോഡ് പോകുന്നു. ഈ റോട്ടിൽ കൂടെ ആർക്കാണ് നടക്കാൻ സാധിക്കുക? ആർക്കെങ്കിലും ആ റോട്ടിൽ കൂടെ നടക്കാൻ സാധിക്കുമോ? 14 സെന്റിമീറ്റർ റോഡാണ്, എന്തിനാ അങ്ങനെ ഒരു റോഡ് ഉണ്ടാക്കിയേക്കുന്നത്? ഇതാണ് ആള് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇതാണ് പറയുന്നത് സിറ്റുവേഷൻ പ്രോബ്ലംസിൻ്റെ വേറൊരു വശം എന്ന് പറഞ്ഞാൽ അവരുടെ ഇമാജിനേഷൻ ലെവല് അതെങ്ങനെ പോവും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. സോ അവർ ചിന്തിക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം അവരെ കറക്റ്റ് ചെയ്യാനും അവർക്ക് ഗൈഡൻസ് കൊടുക്കാനും. സോ ദിസ് ഈസ് കുട്ടിക്കണക്ക് നമ്പർ 1. ഇന്നത്തെ കുട്ടിക്കണക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ.